ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ പുനരാരംഭിക്കാൻ വഴി തെളിയുന്നു. എ.കെ. മഷ്റഫ് എം.എൽ.എ. ബംഗളൂരുവിലെത്തി കർണാടക ചീഫ് സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടത്തി. 2 ദിവസത്തിനുള്ളിൽ തിരച്ചിൽ വീണ്ടും തുടങ്ങുമെന്നാണ് കർണാടക നൽകിയ ഉറപ്പ്. പുഴയിലെ ഒഴുക്ക് 4 നോട്ടിലേക്ക് കുറഞ്ഞിട്ടുണ്ട്. 3ലേക്ക് എത്തിയാൽ ഈശ്വർ മാൽപേ സംഘത്തിന് പുഴയിലിറങ്ങി പരിശോധിക്കാനാകും. കൊച്ചി കാർവാർ നേവൽ ബേസുകളെ സംയോജിപ്പിച്ച് തിരച്ചിൽ നടത്താനുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട്. സാധ്യമായാൽ തൃശൂരിൽ നിന്ന് വെള്ളത്തിൽ ഉപയോഗിക്കാവുന്ന മണ്ണുമാന്തി യന്ത്രവും എത്തിക്കും. ത്രിലോക് ചന്ദ്രൻ എന്നറിയുന്ന സ്പെഷ്യൽ ഓഫീസർ ഉറപ്പ് നൽകിയത് ഉത്തര കർണാടക DCയുമായി സംസാരിച്ചിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് എന്തായാലും അവിടെ തെരച്ചിൽ ആരംഭിക്കും. ഈശ്വർ മൽപ്പേ അടക്കമുള്ള ലോക്കൽ മീൻപിടുത്തക്കാരായ ആളുകളോട് മുങ്ങൽ വിദഗ്ധരെ മുങ്ങാനുള്ള അവസരം നൽകും. കാരണം ഇന്ന് അദ്ദേഹം DCയുമായി അന്വേഷിച്ചപ്പോൾ അവർ നൽകിയൊരു മറുപടി അന്നൊക്കെ 8 നോട്ട്സ് 6 നോട്ട്സ് എന്നായിരുന്നു. ഇപ്പോൾ അത് 4.5 നോട്ട്സിലേക്ക് വെള്ളത്തിൻ്റെ സ്പീഡ് കുറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല 2 ദിവസമായി മഴ കുറവ് എന്നാണ് കലക്ടർ അറിയിച്ചിട്ടുള്ളത്. 2 ദിവസം കൂടി മഴ കുറവായാൽ അതൊരു പക്ഷേ 3 നോട്ട്സിലേക്ക് എത്തും. അന്നൊക്കെ നേവിയും മുങ്ങൽ വിദഗ്ധരൊക്കെ പറഞ്ഞു 3 നോട്ട്സ് ആയാൽ എന്തായാലും ഞങ്ങൾ എടുക്കുമെന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ എന്തായാലും ഇക്കാര്യം ബഹുമാനനായ PWD മിനിസ്റ്റർ റിയാസ് മിനിസ്റ്ററുടെ ശ്രദ്ധയിൽപ്പെടുത്തും. അദ്ദേഹത്തെയും കൂടെ ഇടപെടുത്തിയിട്ട് 2 ദിവസം കൊണ്ട് തെരച്ചിൽ പുനരാരംഭിക്കണമെന്നുള്ളത് അർജുൻ്റെ ഫാമിലിയുടെ ആവശ്യമാണ്, മുഴുവൻ കേരളീയരുടെയും ആവശ്യമാണ്.